ഇതിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അവിടെ 10 കന്യകമാരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേരും ബുദ്ധി ഇല്ലാത്തവരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ബുദ്ധി ഇല്ലാത്തവരുമുണ്ട്, ബുദ്ധി ഉള്ളവരുമുണ്ട്. എല്ലാവരും ഒന്നും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ നാളിലും ഉണ്ടാവില്ല. ചിലർ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും എല്ലാ നാളിലും നമ്മുടെ കൂടെ ഉണ്ടെന്ന വിചാരം. പക്ഷേ തെറ്റുപറ്റി. കാരണം കുടുംബത്തിലായാലും സഹകരിക്കുന്നവരായാലും നമ്മൾ ആരാ മുമ്പ് മരിച്ചു പോകുന്നറിയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മെ സ്നേഹിക്കുന്നവർ പോലും സ്നേഹം നടിച്ചിരിക്കുന്നവരും കാണും. അവരൊക്കെ ഭൂമിയിൽ മാറ്റപ്പെടും. ഒരു സമയത്ത് ചിലപ്പോൾ കുടുംബത്തിൽ വളരെ ആനന്ദമായും വളരെ സൗഹാർദ്ദത്തിൽ എല്ലാവരും കാണും. പക്ഷെ അത് എന്നും കാണത്തില്ല. അത് നമ്മൾ ഓർക്കണം. ആരെങ്കിലും ബലത്തിലോ ആരെങ്കിലും സപ്പോർട്ടത്തിലോ എന്തെങ്കിലും പറയുന്നെങ്കിൽ ആലോചിച്ച് വേണം മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല, യഥാർത്ഥ ആണുങ്ങളാണെങ്കിൽ നേരിട്ട് വന്ന് പറയണം. ഒളിച്ചും പാത്ത് നിന്ന് പറയുന്നത് ആണത്വമല്ല. അതൊക്കെ ബുദ്ധിയില്ലാത്തവരുടെ കഴിവുകെട്ടവരുടെ കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്നത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവർ 5 പേര്, ബുദ്ധി ഉള്ളവർ 5 പേര്. അതിൽ ബുദ്ധി ഉള്ളവർ വിളക്കോടെ എണ്ണയെടുത്തിരുന്നു. മണവാളൻ വരുന്ന എപ്പോഴാണെന്നറിയാൻ കഴിയില്ല. മണവാട്ടി ചേർക്കാൻ, മണവാളിനെ എതിരേൽപ്പാനാണ് ഇവർ ഒരുങ്ങി തയ്യാറാക്കി പോയത്. എന്നാൽ ഒരു വിളക്ക് കത്തിച്ച് ഇങ്ങനെ കാത്തിരുന്ന സമയത്ത് 5 പേരുടെ എണ്ണ അല്ലെങ്കിൽ കരിന്തിരിയായി അത് എണ്ണ തീർന്നു. അങ്ങനെ ഉള്ളവരോട് ചോദിച്ച് ഞാൻ കുറച്ച് എണ്ണ തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു വിൽക്കുന്നവരടുത്ത് പോയി മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബുദ്ധിയോടെ. അവർ 5 പേര് 5 പേർ എണ്ണ മേടിക്കാൻ പോയ സമയത്ത് മണവാളൻ വന്നു. ഏത് സമയത്താണ് മണവാളൻ വരുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ എണ്ണ മേടിക്കാൻ പോയ സമയത്ത് 5 പേര് എണ്ണ മേടിക്കാൻ പോയ സമയത്ത് മണവാളൻ വന്നു. ഈ 5 പേര് വിളക്ക് കൂടെ കത്തിച്ച് എണ്ണ ഒഴിച്ച് കാത്തിരുന്നവരെ മണവാളൻ ചേർത്ത് മണിയറയിലേക്ക് കൊണ്ടുപോയി വാതിൽ അടച്ച്. പക്ഷേ 5 പേർ എണ്ണയും മേടിച്ച് തിരിച്ചു വന്നപ്പോൾ വാതിൽ അടച്ചിരിക്കുകയാണ്. കതവ് മുട്ടിയപ്പോൾ അവർ പറഞ്ഞു, അല്ല യേശു അല്ലെങ്കിൽ മണവാളൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും എന്നാണ് മണവാളൻ പറഞ്ഞത്. 5 പേർ തള്ളപ്പെട്ടു. അതായത് ഞാൻ പറഞ്ഞു, ബുദ്ധി ഉള്ളവർ ബുദ്ധിയോടെ അവർ എണ്ണയെടുത്ത് കാത്തിരുന്നത് കൊണ്ട് അവർ മണവാളൻ്റെ മണിയറയിലേക്ക് പ്രവേശിച്ച്. ഈ മണവാളനാണ് കർത്താവ് യേശു ക്രിസ്തു. ഒന്ന് വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവ്, രാജാവായി വരുന്ന കർത്താവ്, മണവാളനായി വരുന്ന കർത്താവ്, പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവ് എപ്പോഴാ വരുന്നത് എന്ന് ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ഉണർന്ന് കാത്തിരിക്കണം. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്, അഭിഷേകത്തെ കാണിക്കുകയാണ്. ഓരോ ദിവസവും അഭിഷേകം പ്രാപിച്ച് ആരാധിച്ച് മുക്തപ്പെടുത്തി പ്രത്യാശയോടെ കാത്തിരിക്കണം. എപ്പോഴാ വരുന്നതെന്ന് അറിയാൻ കഴിയില്ല മണവാളൻ നമ്മെ ചേർക്കുവാൻ.
നമ്മെ വിവാഹം കഴിച്ചതായ മണവാളൻ വരുവാൻ സമയമായി. ആത്മമണവാളൻ കർത്താവായ യേശു ക്രിസ്തു മണവാട്ടി സഭയെ ചേർക്കാൻ വരുന്നു. മണവാട്ടി സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഈ ബുദ്ധിയില്ലാത്ത 5 പേരാണ് കാവരുത്. ഇവിടെ അതും ഇതും പറഞ്ഞ് അടിയുണ്ടാക്കി, ബഹളമുണ്ടാക്കി, അധികാരത്തിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ചാടുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ 5 ബുദ്ധിയില്ലാത്തവരെ കുറിച്ചാണ് കാണിക്കുന്നത്. അവരൊക്കെ തള്ളപ്പെടും. പ്രൈസ് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ബുദ്ധിയുള്ള 5 പേരെ മണവാളൻ ചേർത്ത് അവർ കാത്തിരുന്നു. അതുകൊണ്ടാണ് അവർ മണിയറയിൽ പ്രവേശിച്ചെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, മണവാളൻ്റെ സ്തോത്രം വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിൻ വിളക്കിൽ എണ്ണയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കരുതലോടെ അഭിഷേകം പ്രാപിച്ച് ആത്മാവിനെ പ്രാപിച്ച് ഓരോ ദിവസവും ദീപം പോലെ കത്തി ജ്വലിക്കുന്ന രീതിയിൽ നാം കത്തി നിൽക്കണം. ഇവിടെ മണവാളൻ വരുന്നത് IPC-ക്കാരെ ചേർക്കാനല്ല, പെന്തിക്കോസ്തുകാരെ ചേർക്കാനല്ല, ചർച്ചക്കോടുകാരെ ചേർക്കാനല്ല, ഷാരോൻകാരെ ചേർക്കാനല്ല, അസംബ്ലീസ് കോഡുകാരെ ചേർക്കാനല്ല. വിവിധ പേരിലുള്ള സഭകൾ പലതുകൊണ്ട് അവരെയൊന്നും ചേർക്കാനല്ല. കർത്താവ് വരുന്നത് മണവാട്ടിയെ ചേർക്കാനാണ്. അതായത് സഭയിലെ മണവാട്ടി, സഭയെന്ന് പറഞ്ഞ വിശ്വാസികളെ ചേർക്കുവാൻ കർത്താവ് വരാൻ പോവുക. അവരെയാണ് ചേർക്കുന്നത്. ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇവിടെ അധികാരത്തിനും ജീവിത മേഖലകളിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റുള്ളവരുടെ മേലിൽ മോശകരമായി സംസാരിക്കുകയും തെറ്റിദ്ധാരണ പുലർത്തി മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. നിഷ്കളങ്കയായ കന്യകയെ, നിർമ്മല കന്യകയെ ചേർക്കാൻ വരികയാണ്. മാലിന്യമില്ലാത്ത സഭയെ ചേർക്കാൻ വരികയാണ്. അതായത് കർത്താവ് കാൽവറിയിലെ രക്തത്താൽ നമ്മുടെ സകല മാലിന്യങ്ങളും കഴുകി, നമ്മുടെ പാപങ്ങളെ കഴുകി, നമ്മെ ശുദ്ധീകരിച്ച ദൈവം, നമ്മെ വീണ്ടെടുത്ത ദൈവം, സഭയ്ക്കായി കാത്തിരിക്കുന്ന കാന്തയെ ചേർക്കുവാൻ മണവാളനായ യേശു ക്രിസ്തു വരാൻ താമസമിനി ഏറെയില്ല. അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം വരുന്ന അതിനായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ വരികയാണ്. ആരെയാണ്? യേശുവിനെ സ്വന്തം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധ പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് ആരാധിച്ച് ദൈവാലയം ജീവിക്കുന്നവരെ, നിർമ്മല കന്യകയെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എവിടെ ഇരുന്നാലും നീ ദൈവം പറയുന്നതായ നിർമ്മലതയോടെ വിശുദ്ധിയോടെ കാത്തു പാർക്കുന്നെങ്കിൽ ദൈവം നിന്നെ ചേർക്കാൻ വരും. വാക്ക് പറഞ്ഞവൻ മാറില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രിസ്തുവിൻ്റെ അധികാരമാണ്. ഇവിടെ ഈ അധികാരം ആർക്കും, ലോകത്തിൽ ആർക്കും കൊടുത്തിട്ടില്ല. കാരണം കർത്താവ് പോയി പോലെ മടങ്ങി വരും തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ. അതിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഷ്ടതയില്ലാത്ത നാട്ടിലെത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, പ്രശ്നങ്ങളില്ലാത്ത നാട്ടിലെത്തുവാൻ സ്തോത്രം, കുഴപ്പങ്ങളില്ലാത്ത നാട്ടിലെത്തുവാൻ സ്തോത്രം, അധികാര സ്ഥാനമില്ലാത്ത നാട്ടിലെത്തുവാൻ സ്തോത്രം, മണവാളൻ ഒരുക്കുന്ന നിത്യത്തിലെത്തുവാൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എന്നിലും എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ. ഈ വാസസ്ഥലത്ത് പോകുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് പ്രൈസ് ദി ലോർഡ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന സ്തോത്രം. അതുകൊണ്ട് മണവാളൻ വരും. തൻ്റെ മണവാട്ടി ചേർക്കുവാൻ മണവാളൻ വരും. എത്ര പേരുണ്ടായാലും അവരെ ചേർത്തോണ്ട് പോകും. ഒരു തള്ളപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്,
തള്ളപ്പെടാത്തവരുമുണ്ട്. ഒന്ന്, തള്ളപ്പെടുന്നവരുണ്ട്. രണ്ട്, തള്ളപ്പെടാത്തവരുണ്ട്. ഒരുങ്ങി കാത്തു പാർക്കുന്നവരെ ദൈവം ചേർക്കും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർവാരി എറിഞ്ഞും പഴിയും പറഞ്ഞും പ്രൈസലാമേൻ നടക്കുന്നവരൊന്നും ആരും അവിടെ മണിയറയിലെത്തത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അനീതി പ്രവൃത്തി എന്നെ വിട്ടുപോകുവിൻ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഒരുപക്ഷെ നീ ആരാധിച്ചിരിക്കാം, ഒരുപക്ഷെ നീ സ്നാനപ്പെട്ടതായിരിക്കാം, ഒരുപക്ഷെ ദൈവവചനം അറിയായിരിക്കാം, ഒരുപക്ഷെ സഭയിൽ വലിയ ആളായിരിക്കാം. പ്രൈസലാമേൻ. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, നീ ഒരുങ്ങിയില്ലെങ്കിൽ നീ തള്ളപ്പെട്ടവനെ പോലെ ആകും. തള്ളപ്പെട്ടാൽ മണിയറയിൽ, ആത്മനാഥനായ മണിയറയിൽ പ്രൈസലാമേൻ, ആത്മനാഥൻ്റെ സന്നിധാനം നിനക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ നീ എടുക്കപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ നാട്ടിലെത്തണമെങ്കിൽ, ഒന്ന്, നിൻ വിളക്കിൽ എണ്ണ വേണം എന്ന് പറഞ്ഞാൽ അഭിഷേകം വേണം, ആത്മാവ് വേണം. അതോടെ കാത്തു നിൽക്കുന്ന തൻ്റെ മണവാട്ടി ചേർക്കുവാൻ കർത്താവ് വരുന്നു. ഒന്ന്, മണവാളൻ വരാൻ സമയമായി. രണ്ട്, മണവാട്ടി ചേർക്കാൻ, മണവാട്ടി എന്ന സഭയെ ചേർക്കുവാൻ കർത്താവ് വരാറായി. സ്തോത്രം. അതുകൊണ്ട് പ്രൈസലോ, നാം ഒരുങ്ങുക. പ്രൈസലാമേ. ഒന്ന്, സ്തോത്രം ഹല്ലേലൂയ, ബുദ്ധിയുള്ള 5 കന്യകമാർ വിളക്കോടെ എണ്ണയുടെ കൂടെ എടുത്തതുപോലെ പ്രൈസലാമേ, അവർ മണവാളൻ വന്നപ്പോൾ അവർ മണിയറയിൽ പ്രവേശിച്ചു. ഇവിടെ പ്രൈസലാമേ, മണിയറയിൽ പ്രവേശിക്കുവാൻ കാലമിനിയേറെയില്ല. ആത്മനാഥൻ വരാറായി. അതുകൊണ്ട് നാം ഒരുങ്ങുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഉപസംഹരിക്കും. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.